I was the mystery of an anatomy, a question asked but not answered. This is a heart-touching, at the same time, a powerful voice from a proud, bold, male, transgendered figure who hails from South Africa. And the person behind this voice is Lerato Lee Mokobe. Hello dear students, this is Arts Tech Tutorials and welcome back to another tutorial video session from the module Gender. Today we are going to discuss a beautiful poem written by this transgendered male called Lerato Lee Mokobe, and the poem is titled as What It's Like to Be a Transgender. As the title says, it has some autobiographical points or heart-touching points regarding a transgender figure. Okay, so this is somewhat like a soul-bearing poem. What do you mean by soul-bearing poem? Soul-bearing poem means that reveals the inner mind or reveals the soul of the poet. So Lerato Lee Mokobe was born in 1996 in Cape Town, South Africa. Mokobe is an award-winning slam poet and the founder of Vocal Revolutionaries, a volunteer-run literary organization focused on empowering the youth of South Africa to find their voice through art. South Africa ജനിച്ച അദ്ദേഹമാണ് 1996-ലാണ് ജനനം. പിന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു സ്ലാം പോയറ്റാണ്. സ്ലാം പോയറ്റ് എന്ന് പറഞ്ഞാൽ ഈ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സരവേദികളിൽ സ്വന്തമായിട്ട് പോംസ് എഴുതി അല്ലെങ്കിൽ രചിച്ച് അത് അവിടെ പാടുകയും അതിലൂടെ പ്രശസ്തിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലെരാറ്റോ ലീ മൊക്കോബെ. ദാറ്റ് ഈസ് വൈ ഹീസ് called a slam poet, and he found Vocal Revolutionaries. അതൊരു സാഹിത്യ സംഘടനയാണ്. സൗത്ത് ആഫ്രിക്കയിലെ യുവതയ്ക്ക് അല്ലെങ്കിൽ യൂത്തിന് വേണ്ടിയിട്ട് അവരുടെ ശബ്ദം കലയിലൂടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് എത്തിക്കുവാനായിട്ട് ഉള്ള ഒരു ലിറ്റററി ഓർഗനൈസേഷനാണ് Vocal Revolutionaries. Lee Mokobe has been a TED Fellow since 2015. Being a performer, he wrote several plays and has made a few short films with the help of the media company Salt Pancake at the YouTube Space Studio. അപ്പോൾ അദ്ദേഹം ഈ ഒരു കമ്പനിയുടെ സഹായത്തോടെ സോൾട്ട് പാൻകേക്ക് എന്ന കമ്പനിയുടെ സഹായത്തോടെ അദ്ദേഹം ഒത്തിരി ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ മറ്റു പ്ലേസ് ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ രചിക്കാറുണ്ട്, അത് പെർഫോം ചെയ്യുന്നുണ്ട്. മാത്രമല്ല പറയുന്നത് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കൂടെയാണ്. അദ്ദേഹം 21-year-old writer is a political activist who criticizes the lack of freedom of expression in South Africa. സൗത്ത് ആഫ്രിക്കയിലെ അസ്വാതന്ത്ര്യത്തിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹം US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ പോലും ഒരു സമയത്ത് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പോയം ദ നോട്ട് യെറ്റ് ബേണിംഗ് കൺട്രി എന്ന മൊക്കോബെയുടെ പോയത്തിലൂടെ ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. Next we can move on to some points about the poem What It's Like to Be a Transgender. It is a soul-bearing poem about what it feels to be a transgender in a highly gendered culture. അപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹം ഈ ലെരാറ്റോ ലീ മൊക്കോബെ ഒരു ട്രാൻസ്ജെൻഡർ മെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പോം ഒരു ആട്രോബയോഗ്രഫിക്കലാണ്, ആത്മകഥാ അംശം ശക്തമായ രീതിയിലുണ്ട്. അദ്ദേഹം തന്റെ ഉള്ളു തുറന്ന് മനസ്സ് തുറന്നെഴുതുന്ന ഒരു പോമാണ് ഇത്. അതുകൊണ്ടാണ് സോൾ ബെയറിംഗ് പോം എന്ന് പറയുന്നത്. സോൾ ബെയറിംഗ് പോം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ തന്റെ മനസ്സ് ഉള്ളു തുറക്കുന്ന, ദാറ്റ് റിവീൽസ് ദ ഇന്നർ മൈൻഡ്, ദാറ്റ് റിവീൽസ് ദ സോൾ എന്നാണ് ദ സോൾ ബെയറിംഗ് എന്ന് പറയുക. അത് എവിടെ തുറന്നു കാട്ടുകയാണ്? റീഡേഴ്സിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. അദ്ദേഹം ജീവിക്കുന്നത് ഹൈലി ജെൻഡേഡ് കൾച്ചറിലാണ്. ഹൈലി ജെൻഡേഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ലിംഗപരമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളും വേർതിരിവുകളും പല പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ഉണ്ട്. ഹൈറാർക്കി, വെദർ മെയിൽ ഈസ് ബെറ്റർ ദാൻ ഫീമെയിൽ ഓർ മെയിൽ ഈസ് ഹയർ ദാൻ ഫീമെയിൽ, അപ്പോൾ പലതരം വോയിസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇവിടെ സൊസൈറ്റി നമ്മൾ കാണുന്നത് വെദർ മെയിൽ ഓർ ഫീമെയിൽ ഇതേ കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഇത്രയും ഈ ഒരു ഹൈറാർക്കിയിൽ എവിടെയാണ് ട്രാൻസ്ജെൻഡർ നിൽക്കുന്നത്? എവിടെയാണ് ട്രാൻസ്ജെൻഡർ സ്പേസ്, അവരുടെ പ്ലേസ് എവിടെയാണ്? അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഒരു ട്രാൻസ്ജെൻഡറിന്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഫീലിങ്സ്, അനുഭൂതികളുമാണ് ഇവിടെ ലെരാറ്റോ ലീ മൊക്കോബെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് പവർഫുള്ളി അഡ്രസ്സസ് ദ ജെൻഡർ ഐഡന്റിറ്റി ഇഷ്യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ട്രാൻസ്ഫോബിയ ആൻഡ് ദ ഇൻക്രീസ്ഡ് സൂസൈഡ് റേറ്റ്സ് എമംഗ് ട്രാൻസ്ജെൻഡേർഡ് പീപ്പിൾ.
ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ പീപ്പിളിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒത്തിരി ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് സൊസൈറ്റി തന്നെയാണ് ഒരു കാരണം. മറ്റൊന്ന്, സൊസൈറ്റിയുടെ മറ്റുള്ളവർക്കിടയിൽ ട്രാൻസ്ഫോബിയെ ഉടലെടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോബിയ മീൻസ് ഫിയർ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ അവരോടുള്ള, അല്ലെങ്കിൽ ഫിയർ പറയാം, അല്ലെങ്കിൽ ഹേറ്റഡ്നെസ് എന്നും പറയാം, ഹേറ്റഡ്നെസ് ടുവാർഡ്സ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ ഇവർക്കെതിരെയുള്ള വല്ലാത്തൊരു അനാവശ്യമായിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യമോ ഇതിപ്പോൾ സൊസൈറ്റിയിൽ കൂടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ പോയത്തിൽ ഐഡന്റിറ്റി ഇഷ്യൂസ്, ഹി ഫീൽസ് ആക്ച്വലി ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പറഞ്ഞു ഓൾറെഡി വി ഹാവ് എ മെയിൽ ഫീമെയിൽ. അപ്പോൾ ഒരു മെയിലിനായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ റോൾ സൊസൈറ്റിയിൽ ഉണ്ട് എന്നറിയാം, ഫീമെയിലിനും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൊസൈറ്റിയിൽ ചെയ്യാനുണ്ട് എന്ന്. whether for a female or male അവർക്ക് അറിയാൻ സാധിക്കും. ബട്ട് ഫോർ എ ട്രാൻസ്ജെൻഡർ സൊസൈറ്റി എന്ത് ഐഡന്റിറ്റി, എന്ത് റോളാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് റോളാണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ്, ആ ഒരു ക്രൈസിസിനെയാണ് ഇവിടെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ദേ ഡോണ്ട് നോ വിച്ച് റോൾ ദേ ഹാവ് ടു പ്ലേ, whether they have to play the role of a male or a female, because നമ്മൾ ഇതുവരെയും സൊസൈറ്റിയിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ വെക്കുന്നത് ഈ രണ്ട് റോളുകളിൽ ഒന്നായിരിക്കും. സോ അത് രണ്ടും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് വരുമ്പോഴാണ് അവിടെ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. സോ ദ പോം ഡിസ്കസസ് ഐഡന്റിറ്റി ഇഷ്യൂസ് ആൻഡ് ഇറ്റ്സ് ക്രൈസിസ്. ദെൻ പറഞ്ഞു ട്രാൻസ്ഫോബിയ വരുന്നുണ്ട്, സൂയിസൈഡ് റേറ്റ്സ് ഇവർക്കിടയിൽ കൂടുന്നു, അതിനെക്കുറിച്ചും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ ടു ദ പോം, വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ. സി, ലെറ്റ്സ് റീഡ് ഔട്ട് first a few lines of the poem. See, the first time I uttered a prayer was in a glass-stained cathedral. I was kneeling long after the congregation was on its feet. Dip both hands into holy water, trace the Trinity across my chest, my tiny body drooping like a question mark. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹം ഒരു കത്തീഡ്രൽ മീൻസ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആലയത്തിന്റെ അല്ലെങ്കിൽ പള്ളിക്ക് ഉള്ളിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെയുള്ള വർഷിപ്പ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ആരാധന കൂട്ടായ്മ കഴിഞ്ഞിട്ടും ഒത്തിരി സമയം അദ്ദേഹം എന്ത് ചെയ്യാണ്, മുട്ടിൽമേൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവിടെ മുട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന തുടരുകയാണ്. പിന്നെ അദ്ദേഹം അവിടെ വച്ചിരുന്ന ആ വിശുദ്ധ ജലത്തിൽ കൈ മുക്കിയിട്ട് അദ്ദേഹം ചെസ്റ്റ് ഭാഗത്തായിട്ട് ഹോളി ട്രിനിറ്റി വെച്ചു. അതായത് നമ്മൾ കുരിശ് വരയ്ക്കുക എന്ന് പറയും. അപ്പോൾ കുരിശ് വരച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഓൾ ഓവർ ദ വുഡൻ പ്യൂ. അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് അവിടെ മുട്ടിൽ മേൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. വുഡൻ പ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഫർണിച്ചർ. ചർച്ചിലൊക്കെ ഉള്ള ഇച്ചിരി എന്താണ്, വളരെ നീളവും വീതിയും നല്ല വെയിറ്റും ഒക്കെ ഉള്ള ബെഞ്ചിനെയാണ് പറയുന്നത്, അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, I asked to fix me, and when he did not answer, I befriended silence in the hope that my sin would burn and salve my mouth would dissolve like sugar on tongue. But shame lingered as an aftertaste. അപ്പോൾ പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. ജീസസ് പ്ലീസ് ഫിക്സ് മീ, എന്നെ ഒന്ന് ഫിക്സ് ചെയ്യുക. അതായത് എന്നെ ഈ ഒരു സൊസൈറ്റിയിൽ എന്നെ മെയിൽ ഓർ ഫീമെയിൽ, ഗിവ് മീ എ സെക്സ്, എക്സാക്ട് സെക്സ്, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, എന്നെ ഏതിലെങ്കിലും ഒന്നിലൊന്ന് ഫിക്സ് ചെയ്യിക്കുക. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, സച്ച് പ്രയേഴ്സ് വെയർ അൺആൻസേർഡ്. അത് ആ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ബിഫ്രണ്ടഡ് സൈലൻസ്, ഞാൻ സൈലൻസിനെ ഫ്രണ്ടാക്കി മാറ്റി. സൈലൻസ് മീൻസ് മൂകത അല്ലെങ്കിൽ നിശബ്ദതയെ ഞാൻ ഫ്രണ്ടാക്കി മാറ്റുകയും ഞാൻ കരുതി ഒരു പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളെല്ലാം എങ്ങനെ അലിഞ്ഞു പോകും. നാവിൽ നമ്മൾ അല്പം മധുരം അല്ലെങ്കിൽ പഞ്ചസാര വയ്ക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകും, അല്ലെ, ഉമിനീര് കൊണ്ട് അലിഞ്ഞു പോകും. അപ്പം അതുപോലെ ഒരു പക്ഷേ ഞാൻ ഈ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അപമാനം ഒരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ, എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശേഷം നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൽ, ആ ടേസ്റ്റ് നാവിൽ തങ്ങി നിൽക്കും. അതുപോലെ ഇപ്പോൾ അപമാനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്, എന്നെക്കുറിച്ച് എനിക്കുള്ള അപമാനം. And in an attempt to reintroduce me to sanctity, my mother told me the miracle I was, said I could grow up to be anything I want. I decided to be a boy. It was cute
I had snapped back, toothless grin, used skinned knees as street cred, played hide and seek with what was left of my goal. I was it. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു. മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും ഒരു പക്ഷേ വിഷമമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്, നിനക്കിഷ്ടമുള്ള രീതിയിൽ നിനക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. നിനക്കിഷ്ടമുള്ള വേഷം അണിയാം. നിനക്ക് പെൺകുട്ടിയായിട്ടോ ആൺകുട്ടിയായിട്ടോ ഒക്കെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാം. സോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള രീതിയിൽ വളരാം. ആൻഡ് ഓൾസോ മദർ പറഞ്ഞത്, ദ മിറാക്കിൾ ഐ വാസ്, ഞാനൊരു അത്ഭുതമാണ്. നിന്റെ ഈ അത്ഭുതം നിനക്ക് മനസ്സിലാകുന്നില്ലേ, നിനക്ക് ഏത് രീതിയിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും. സോ ഐ ഡിസൈഡഡ് ടു ബി ബോയ്. ഞാനൊരു ആൺകുട്ടിയാകാൻ തീരുമാനിച്ചു. അത് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ആൺകുട്ടികളെ പോലെ നല്ല രീതിയിൽ ഇങ്ങനെ പല്ലൊക്കെ തുറന്ന് ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം ആൺകുട്ടികളെ പോലെ മുട്ടറ്റം വരെയുള്ള ട്രൗസേഴ്സ് ധരിച്ചു പോകുന്നു. അതായത് അവിടുത്തെ ഒരു ഫാഷൻ അതേ രീതിയിൽ അദ്ദേഹം, അതാണ് പറയുന്നത് സ്ട്രീറ്റ് ക്രെഡ്, അവിടെയുള്ള ആ ഫാഷനൊക്കെ അദ്ദേഹം അതുപോലെ കോപ്പി ചെയ്തിട്ട് ആൺകുട്ടികളെ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ലൈൻസിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കാണുന്നത്, ദ വിന്നർ ടു എ ഗെയിം ദ അതർ കിഡ്സ് കുഡിന്റ് പ്ലേ, ഐ വാസ് ദ മിസ്റ്ററി ഓഫ് ആൻ അനാറ്റമി, എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബട്ട് not answered, tight roping between awkward boy and apologetic girl, and when I turned 12 the boy face was not deemed cute anymore. അപ്പോൾ പറയുന്നത്, അമ്മ പറഞ്ഞു ഏത് രീതിയിൽ വേണം ജീവിക്കാമെന്ന് പറഞ്ഞു. സോ ഞാൻ ആൺകുട്ടിയായിട്ട് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അറിയാം ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം. സോ ആക്ച്വലി ഐ മൈസെൽഫ് വാസ് പ്ലേയിങ് സംവോട്ട് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. ഒരു ഒളിച്ചു കളി ഞാൻ നടത്തുകയായിരുന്നു. ആരുമായിട്ടാണ് നടത്തുന്നത്? അവിടെ ഞാൻ മാത്രമാണ് കളിക്കാരൻ. ഞാനാണ് എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അതാണ് അവിടെ പറഞ്ഞത്, ദ വിന്നർ ടു എ ഗെയിം ദ അതർ കിഡ്സ് കുഡിന്റ് പ്ലേ. മറ്റു കുട്ടികൾക്കൊന്നും കളിക്കാൻ പറ്റാത്ത ഈ കളിയിലെ വിജയി ഞാൻ തന്നെയാണ്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള, ശരീരം എന്ന് പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു നിഗൂഢമായിട്ട്, ഇറ്റ് വാസ് ആക്ച്വലി ആൻ അനാറ്റമി ഓഫ് മിസ്റ്ററി. അതൊരു നിഗൂഢമായ ഒരു ശരീര പ്രകൃതമാണ്, ശരീരഘടനയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. എനിക്ക് മാത്രം അറിയാവുന്ന ശരീരഘടന, ഞാൻ കളിച്ചാൽ ഞാൻ മാത്രം ജയിക്കുന്ന, എനിക്ക് മാത്രം കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിം, അതാണ് ഞാൻ എന്ന് പറയുന്നത്. And also you can question anything regarding my body, my anatomy, but don't expect any answer from me. ഒരു ഉത്തരങ്ങളും പ്രതീക്ഷിക്കാതെ എന്നോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് നേരത്തെ പറഞ്ഞത്. ആൻഡ് ഓൾസോ ടൈറ്റ് റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിന്മേൽ കളിക്കുകയാണ്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോയും അപ്പോളജറ്റിക് ഗേളും ഇടയിൽ ഞാൻ ഇങ്ങനെ കളിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാനൊരു ബോയ് ആണെന്ന്, ചിലപ്പോൾ തോന്നും ഗേൾ ആണെന്ന്. ഞാൻ ബോയ് എന്ന് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ റിലേറ്റീവ്സും നാട്ടുകാരും പറയുന്നത് ഞാനൊരു ഗേൾ ആണ് എന്ന് പറയുന്നു. സോ ആക്ച്വലി ഐ ആം പ്ലേയിങ്, ആക്ച്വലി ടൈറ്റ് റോപ്പിംഗ്, ഞാൻമേൽ കളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കസ് പെർഫോമേഴ്സൊക്കെ ഈ ചരടിൽ ഇങ്ങനെ നടക്കാറുണ്ട്. രണ്ടറ്റം വലിച്ചു കെട്ടിയിട്ട് അവരിങ്ങനെ അന്തരീക്ഷത്തിൽ കെട്ടിയിരിക്കുന്ന ആ ചരടിന് മേളിലായിട്ട് ഇങ്ങനെ നടന്നു പോകും. സോ അത് ഏത് സമയവും നമുക്ക് വല്ലാത്തൊരു ഭീതി തോന്നാൻ സാധ്യതയുണ്ട്. സോ he was actually tight roping between awkward boy and apologetic girl. പിന്നെ പറഞ്ഞെന്താ, 12 വയസ്സെത്തിയതോടെ ആ ഒരു ബോയ് ഫേസ് ഒരു ക്യൂട്ടായിട്ട് ലലാറ്റോലി മൊക്കാബിന് തോന്നിയില്ല. ബിക്കോസ് അത് ആ 12 വയസ്സ് മുതൽ പക്ഷേ നമ്മൾ പ്രായപൂർത്തിയാവുന്ന സമയം ഒക്കെ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ശരീരഘടന എന്താണ് സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും കാണുകയും വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രായമാണ്. അപ്പോൾ മുതൽ അതൊരു ക്യൂട്ടായിട്ട്, ബോയ് ഫേസ് ക്യൂട്ടായിട്ട് അവന് തോന്നിയില്ല. കാര്യം എന്താ നോക്കാം. It was met with nostalgic aunts who missed seeing my knees in the shadow of skirts, who reminded me that my kind of attitude would never bring a husband home, that I exist for heterosexual marriage and childbearing. അപ്പോൾ എന്നെ കാണുന്ന ആൻറ്റിമാരൊക്കെ തീർച്ചയായിട്ടും എന്നോട് പറയും, നീ ആരായി മാറും, നീ ഒരു സ്ത്രീയാണ്, നീ ഒരു പെൺകുട്ടിയാണ്, നീ ഭാവിയിൽ ഒരു പുരുഷന് ഭർത്താവായിട്ടിരുന്ന് മക്കളെയൊക്കെ കൊടുക്കാനുള്ള ഒരു പെൺകുട്ടിയാണ് നീ. അപ്പോൾ അതനുസരിച്ച് നീ നടക്കാവോ, ജീവിക്കാവോ, നീ അതനുസരിച്ച് വേണം ഡ്രസ്സ് ഇടാനാണ്, ഇങ്ങനെയാണോ നീ ഡ്രസ്സ് ധരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയോ എന്നെ ദേഷ്യപ്പെടുകയോ പലപ്പോഴൊക്കെ എന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഇനി പറയുന്നത്. And I swallowed their insults along with their slurs. Naturally, I did not come out of the closet. The kids at my school opened it without my permission, called me by a name I did not recognize, said lesbian, but I was more than girl, more Ken than Barbie.
സി അപ്പോൾ ആൻറ്റിമാരുടെ അവരുടെ കളിയാക്കൽ മാത്രമല്ല, അവരെന്നെ ഒത്തിരി അധിക്ഷേപിക്കാറുണ്ട്. അതുമാത്രമല്ല എന്താ പറയുക, അവർ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അതാണ് അധിക്ഷേപിക്കാറുണ്ട്, ഇൻസൾട്ട് ചെയ്യാറുണ്ട്. ഇനി വാട്ട് അബൌട്ട് മൈ സ്കൂൾ അഫയേഴ്സ്, സ്കൂളിൽ പോകുമ്പോഴും എന്നെ എൻ്റെ കൂട്ടുകാർ വിളിച്ചിരുന്നത് എന്താണ്, ലെസ്ബിയൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ബിക്കോസ് ഞാൻ ഒരു പക്ഷേ എൻ്റെ ശരീരഘടന ഗേൾ കണക്കാണെങ്കിൽ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ചിലപ്പോൾ ബോയ് സ്റ്റൈലായിരിക്കും, അപ്പോൾ ബോയ് സ്റ്റൈലായിരിക്കാം. സോ എന്നെ അവർ ലെസ്ബിയൻ എന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു. മാത്രമല്ല എനിക്ക് ഇവിടെ പറയുന്നത് എന്താണ്, ക്ലോസറ്റിന്റെ ഉള്ളിൽ നിന്നും എനിക്ക് വരാൻ ഞാൻ മടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വസ്ത്രമൊക്കെ ഇടുന്ന ഒരു പ്ലേസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ആക്ച്വലി സംഭവം ലൈക്ക് എ ക്ലോസ്ഡ് റൂം. അപ്പോൾ താൻ്റെ മനസ്സും ഒക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് അതിൽ നിന്നും പുറത്തേക്ക് വന്ന് സൊസൈറ്റിയിലേക്ക് നടക്കുവാനോ, അതായത് വളരെ മനസ്സുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ എനിക്ക് സന്തോഷത്തോടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ വരുവാനോ എനിക്ക് അവർക്കിടയിൽ ഒരു സ്പേസോ അവിടെ ഇല്ലായിരുന്നു. സോ ഞാൻ വരാനായിട്ട് വളരെയധികം മടിച്ചിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് ഓൾസോ പിന്നെ പറയുന്നത് എനിക്ക് കെൻ ആകാനാണ്, ബാർബിയേക്കാളും കെൻ ആകാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. എന്താണ് ഈ കെൻ ആൻഡ് ബാർബി? നമുക്കറിയാം കെൻ ആൻഡ് ബാർബി എന്ന ദീസ് ആർ ആക്ച്വലി ടു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഓഫ് അമേരിക്കൻ പോപ്പുലർ കൾച്ചർ. അതായത് നമ്മൾ കെന്നത്ത് കാൾസൺ ആൻഡ് ബാർബറ മില്ലിസൺ റോബർട്ട്സ് എന്നാണ് ഇവരുടെ ഫുൾ നെയിംസ്. ആക്ച്വലി ഞാനതിവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പിക്ചേഴ്സ് വയ്ക്കുന്നുണ്ട്. പിക്ചേഴ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ കെന്നിൻ്റെ ഗേൾ ഫ്രണ്ടാണ് ബാബി എന്ന് പറയുന്നത്. സോ എനിക്ക് ആകാൻ ആഗ്രഹം കെൻ ആകാനാണ് ഞാൻ ആഗ്രഹം. ബാബിയേക്കാൾ ഞാൻ കെൻ ആകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് എൻ്റെ മേ ബി ശരീരഘടനയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ബി എ മെയിൽ. ഓക്കെ, ബട്ട് സൊസൈറ്റി എന്നെ കാണുന്നത് മെയിലായിട്ടോ ഫീമെയിലായിട്ടല്ലോ. ഇവിടെ കുട്ടികൾ തന്നെ എന്നെ വിളിക്കുന്നത്, സ്കൂളിലെ ഫ്രണ്ട്സ് വിളിക്കുന്നത് ലെസ്ബിയൻ എന്നാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള തൻ്റെ വേദനകൾ അദ്ദേഹം വാക്കുകളിലൂടെ നമ്മളോട് പറയുകയാണ്.